ഇന്ന് കുറച്ചധികം നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതിന്ന് കുറച്ചെടുത്തിട്ട് അച്ചാറാക്കാമെന്ന്. അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അത് എന്തിൻ്റെ കൂടെ കഴിക്കാനായാലും എന്തിൻ്റെ അച്ചാറായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മാങ്ങേൻ്റെ അച്ചാറും അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചെമ്മീനിൻ്റെ അച്ചാറും പിന്നെ അമ്പഴങ്ങയുടെ അച്ചാറുമാണ് കേട്ടോ. അതിൽ അമ്പഴങ്ങയുടെ അച്ചാർ കഴിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. അമ്പഴങ്ങയൊന്നും ഇപ്പം അങ്ങനെ കിട്ടാനില്ല അത്രേ. എന്തായാലും ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള മീനൊക്കെ നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് എല്ലാം വെച്ചതിന് ശേഷം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഓയിലിൽ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നീളത്തിലരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ വട്ടത്തിലരിഞ്ഞിട്ടുള്ള പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവേൻ്റെ പൊടിയും കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ പീസുകളും കൂടി ചേർത്തിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, ഇനി പുതിയൊരു വീഡിയോയിൽ കണ്ടാലോ.